ഷാഹുൽ ഹമീദ് അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും ഇതിൽ എഞ്ചിനീയർമാരുടെയൊക്കെ കൂടി PWD എഞ്ചിനീയർമാരുടെയൊക്കെ കൂടി അഭിപ്രായം മനസ്സിലാക്കിയ ശേഷമാണ് ഇതിലൊരു തുടർ നടപടി. ഫയർഫോഴ്സാണ് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. നമുക്ക് ഇവിടെ അല്പം മുകളിലുള്ള നിലയിലായി രണ്ടാം നിലയുടെ മുകളിലൊക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അഭിലാഷ്, വളരെ ഒരു ദുരന്തം, വലിയൊരു ദുരന്തം, അത് ഒരു തലനാരിഴയ്ക്ക് വളരെ ചെറിയൊരു ദുരന്തമായി ഫലത്തിൽ മാറി എന്ന് തീർച്ചയായും അതാണല്ലോ ശ്രീജിത്ത്. ആ നിലയിൽ വലിയ ആശ്വസിക്കാവുന്ന സാഹചര്യം തന്നെയാണ്. അതല്ല എങ്കിൽ മാത്രവുമല്ല, ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്ന് പറയുമ്പോൾ പോലും ഇത് ഒരേ ബിൽഡിങ്ങിന്റെ തന്നെ ഭാഗമായിട്ടുണ്ടായിരുന്ന ബാത്റൂമുകൾ അല്ലേ ഈ പറയുന്നത് പോലെ രണ്ടാമത്തെ നിലയിലെ ബാത്റൂമുകൾ ഉപയോഗിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഇടിഞ്ഞു വീണതിൻ്റെ ആഘാതം, ഇതിപ്പോൾ ഈ സ്ട്രക്ചറിൽ ആണ് ഇടിഞ്ഞു വീണ് എന്നതുകൊണ്ടും ഒരുപക്ഷെ കുറച്ചുകൂടി വലിയ ആഘാതത്തോടെയാണ് ഇത് ഇടിഞ്ഞു വീണത് എങ്കിലൊക്കെ വലിയ അപകടത്തിനുണ്ടായിരുന്ന സാധ്യത തന്നെയല്ലേ കാണുന്നത് ശ്രീജിത്ത്? തീർച്ചയായും വലിയൊരു അപകട സാധ്യത ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ രണ്ടാമതൊരു തർക്കത്തിൻ്റെ ഒരു സാധ്യതയുമില്ല എന്നത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇത് ഒഴിക്കാൻ ഇനി നിർദ്ദേശിക്കപ്പെട്ട കെട്ടിടമാണെങ്കിൽ പോലും അത് ഒഴിച്ചു മാറിയിട്ടില്ല എങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇവിടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. 3 പേരായിരുന്നു ഇതിലുണ്ടായിരുന്നത്. 2 പേർക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് നിലവിൽ ഔദ്യോഗികമായി നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇവിടെ ഒരുപാട് നേതാക്കളുണ്ട്. പ്രിൻസ് ലൂക്കോസ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഇതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെ ആയിരിക്കും അല്ലേ നിങ്ങൾ കാണുന്നത്? തീർച്ചയായും വലിയ വീഴ്ചയാണ്. ഇപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ സംഭവം നടന്നിട്ട് 2 മണിക്കൂറാകുകയാണ്. 2 മണിക്കൂർ ഈ ശുചിമുറി ഇടിഞ്ഞ് വീണിട്ട് ഇതിൽ ആളുണ്ടോ എന്നോ ആൾ പെട്ടിട്ടുണ്ടോ എന്ന സംശയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതുവരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ആംബുലൻസ് വരാൻ പറ്റുന്നില്ല, ഫയർഫോഴ്സ് ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല, JCB വരാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാവരും കാഴ്ചക്കാരെ നിൽക്കുകയാണ്. വളരെ ദുഃഖകരമായ ഒരു അത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചുറ്റിലും ഇങ്ങനെ ഒരു സംവിധാനം, ഇങ്ങനെ ഒരു കെട്ടിടം ആയതുകൊണ്ടല്ലേ, ആംബുലൻസിനോ അല്ലെങ്കിൽ അതിപ്പോൾ ഉണ്ടായ ഒരു സംഭവം അല്ലല്ലോ. എങ്കിൽ കൂടി ഈ സംഭവം ഉണ്ടായിട്ട് ഇതിന്റെ ഒരു കാര്യം പറയാം, ഈ പഴയ കെട്ടിടങ്ങളുടെ ബലക്ഷേമൊക്കെ പരിശോധിക്കാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അതിന്റെ കൊണ്ട് അതൊന്നും നിർവഹിക്കപ്പെട്ടില്ല. പല വീഴ്ചകളുണ്ട്. വീഴ്ചകളുടെ പുറത്ത് വീഴ്ചകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ചയുടെ ഒരു ദുരന്തമുഖമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇനിയും ഈ കെട്ടിടത്തിന്റെ എല്ലാം അവസ്ഥ പരിശോധിക്കാൻ അധികാരികൾ തുനിയുകയും ദുരന്തം ഒഴിവാക്കാനുള്ള നടപടികൾ ഈ പശ്ചാത്തലത്തിൽ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതിനുള്ളിലേക്ക് ഹിറ്റാച്ചി എത്തിച്ച ശേഷം ഈ ബാക്കി ഭാഗം കൂടി, അതായത് ഇത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമമാണ്. പോലീസ് അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്ന് തീർച്ചയായും അതാണ് ഇവർ എല്ലാവരും പറയുന്നത് പോലെ ഇതിൽ ആളുകളുണ്ടോ? സാധാരണ നിലയിൽ ഒരു കെട്ടിടം തകർന്നു വീണാൽ അതിൽ ആളുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, പക്ഷേ ഈ പ്രാഥമികമായി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ള ഒരു സാഹചര്യമുണ്ടല്ലോ. ഇതിപ്പോൾ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചതായിരുന്നു എന്ന മറുപടി പറഞ്ഞ് മന്ത്രിമാർ പിന്മാറിയെങ്കിലും അവിടുത്തെ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരുന്നതല്ല, അവിടെ വാർഡുകൾ പ്രവർത്തിച്ചിരുന്നു. മുകളിലെ ബാത്റൂം അടക്കമല്ലേ തകർന്നു വീണത് എന്ന് പറയുമ്പോൾ ആ ബാത്റൂമിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും കാണാതായിട്ടുണ്ടോ? ഇത്തരം സംശയങ്ങൾക്ക് അല്ലെങ്കിൽ അവർ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? അവിടുത്തെ രോഗികളുടെ കൂട്ടിരിപ്പുകാരെയോ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ? ആരെങ്കിലും മിസ്സിംഗ് ആണോ? ഇതിലേക്കൊക്കെ പോകാതെ ഇവിടെ ആരും ഇല്ല എന്നുറപ്പിച്ച് ഇതൊരു അപകടമേ അല്ല എന്ന തരത്തിലുള്ള പ്രതികരണവുമായി അധികൃതർ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? കാരണം ചില പ്രതികരണങ്ങളും ചില റിപ്പോർട്ടുകളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതോ ഒരാളുടെ കൂട്ടിരിപ്പിന് വന്ന ആളെ കാണാനില്ല. അത് സ്ഥിരീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ പോലും അത്തരം സാധ്യതകൾ അങ്ങനെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനാവില്ലല്ലോ ശ്രീജിത്ത്. അഭിലാഷ്, ഒരു പരിധിവരെ ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയതിന്റെ ഒരു പ്രധാന കാരണമായി കാണേണ്ടത്, ഇതൊരു 3 നിലകളിൽ ഫലത്തിൽ സംഭവിക്കുന്ന ഒരു ശൗചാലയത്തിന്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പെട്ടെന്നൊരു നോട്ടത്തിൽ ഇതിന്റെ ചില ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളുണ്ട്. അതുവഴി നോക്കിയാൽ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം അവരങ്ങനൊരു നിഗമനത്തിൽ എത്തിയത് എന്ന് വേണം കണക്കാക്കാൻ. എന്തായാലും വളരെ ഇതിന്റെ
ഒരു പരിമിതി, കെട്ടിടത്തിന്റെ ഒരു പരിമിതി, ഇത് ചുറ്റിലും ഇത് കെട്ടിടമാണ്. അതായത് ഇതിന് ഏതെങ്കിലും ഒരു വാതിൽ കൂടി ഇതുവഴി വാഹനങ്ങൾ കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഫലത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ ഹിറ്റാച്ചി ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഇതിലെ ഉള്ളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇത് പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വൈകാതെ അത് എത്തുകയും ചെയ്യും. നിലവിൽ എന്തായാലും ഇതിനുള്ളിൽ ആരും പെട്ടിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ, ഷാഹുൽ ഹമീദ് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തത്. എന്തായാലും ഹിറ്റാച്ചി എത്തിച്ച് ഇതിൻ്റെ താഴ്ഭാഗം മാറ്റേണ്ടതുണ്ട്, പൊളിച്ചു നീക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് ഫലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ ഹിറ്റാച്ചി ഇതിന് ഉള്ളിലേക്ക് എത്തിച്ചേരും. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഈ വാർഡിനുള്ളിൽ കൂടി തന്നെയാണ് ഈ ഹിറ്റാച്ചി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു അപകടത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഒരു കെട്ടിടം എങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഫലത്തിലൊരു ഉദാഹരണം കൂടിയാണ്. ഇത് നോക്കൂ, ഈ വാർഡിൽ സാധാരണഗതിയിൽ ആളുകൾ നടക്കുന്ന വഴിയിൽ കൂടിയാണ് ഈ ഹിറ്റാച്ചി ഇതിനുള്ളിലൂടെ കയറിക്കൊണ്ട് വരുന്നത് എന്നുള്ളതാണ്. അത്ര എളുപ്പമല്ല. ഇതിനുള്ളിലൂടെ ചെറിയ ഹിറ്റാച്ചിയാണ്. ഇത് മാത്രമാണ് നിലവിൽ ഇവിടേക്ക് കടന്നു വരുന്നത്. ഏറ്റവും ഒടുവിലത്തെ വാതിൽ ഭാഗത്ത് തട്ടുകയും മുട്ടുകയും ചെയ്യാതെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ പലപ്പോഴും ഫയറിൻ്റെയൊക്കെ പെർമിഷൻ കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള NOCകളൊക്കെ കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള ചട്ടങ്ങളുണ്ടല്ലോ അഭിലാഷ്. ഒരു പരിധിവരെ ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തൊരു അപകടം ഉണ്ടായാൽ ഒരു സംവിധാനത്തിൽ ഓടിയെത്താൻ കഴിയുന്ന സാഹചര്യം അല്ല ഉള്ളത്. അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഹിറ്റാച്ചി വളരെ പണിപ്പെട്ട് ഇതിനുള്ളിലേക്ക്, അതായത് മെഡിക്കൽ കോളേജ് വാർഡിനുള്ളിൽ കൂടിയാണ് ഈ ഹിറ്റാച്ചി വാഹനം കയറി വരുന്നത്. അതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ വീഴ്ചകൾ കേവലം ഈ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് ഇരുത്തി ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് നമ്മുടെ കെട്ടിടങ്ങൾ എങ്ങനെ ഉണ്ടാവണം, ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായാൽ, ഇപ്പോൾ ഇവിടെ ഒരു തീപിടുത്തമാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് തീ അണയ്ക്കാൻ സാധിക്കുക എന്ന ചോദ്യമാണ്. ഏത് ഫയർ ഫോഴ്സ് ഇതിനുള്ളിലേക്ക് എത്തിച്ചേരും എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത്. അങ്ങനെ അപകടകരമായ കുറെ കാര്യങ്ങളിലേക്ക് കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ശ്രീജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ ഈ അപകടം ഒരു ചൂണ്ടുപലക കൂടിയായി മാറുന്നുണ്ട്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ ഈ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥരാകട്ടെ ഭരണകർത്താക്കളാകട്ടെ കൂടുതൽ ചിന്തിക്കുക എന്നത് അങ്ങേയറ്റം ദയനീയമാകുന്ന സാഹചര്യമാണ്. ഇപ്പോഴിതാ ഇങ്ങനെ ഒരു കെട്ടിടം പൊളിഞ്ഞു വീഴുമ്പോൾ അവിടേക്ക് രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം, മനുഷ്യൻ്റെ ജീവന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ട ഇടത്താണ് ഇത്തരം സാഹചര്യം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അവിടേക്കൊരു ഹിറ്റാച്ചി എത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് എത്രത്തോളമാണ് എന്ന്. അതായത് ചെറിയ ഹിറ്റാച്ചി